ജമ്മു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ ഇതിനോടകം നിരവധി തവണ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏറ്റവും ഒടുവിലായി അധിനിവേശ കശ്മീരിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് യുഎന്നിലും ഇന്ത്യ പാകിസ്ഥാന് താക്കീത് നൽകി. എന്നാൽ ഈ പറയുന്നതൊക്കെ വെറും താക്കീതോ ഭീഷണിയോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായോ മാത്രം കാണാനാവില്ല. അതിനാൽ തന്നെ മോദിയുടെ അടുത്ത ലക്ഷ്യം പാകിസ്ഥാനെതിരായ നീക്കമാണോ എന്നാണ് ചർച്ചകളിലേക്ക് എത്തുന്ന ചോദ്യം. പ്രത്യേകിച്ച് ലണ്ടനിൽ നടന്ന ഒരു യോഗത്തിൽ കശ്മീരിനെ കുറിച്ച് ദുഷ്ടലാക്കോടെ ചോദ്യം ഉന്നയിച്ച പാക് പത്രപ്രവർത്തകനോട് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞ ഒരു മറുപടി വളരെയധികം ശ്രദ്ധയാകർഷിച്ചു. ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ: ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, സാമ്പത്തിക വളർച്ചയും സാമൂഹ്യ നീതിയും ഉറപ്പാക്കൽ, സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടത്തൽ. ഇത് 3 പരിഹരിച്ചു കഴിഞ്ഞു. പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന മോഷ്ടിക്കപ്പെട്ട കശ്മീർ ഭാഗം രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നത് കാത്തിരിക്കുകയാണ്. അത് പൂർത്തിയാകുമ്പോൾ കശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പു തരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഈ പറഞ്ഞ 3 പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നുള്ളത് നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അതിനാൽ ഈ പറഞ്ഞ വാക്കുകളിൽ എന്തൊക്കെയോ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നതാണ് വിലയിരുത്തലുകൾ. ഇത് കൂടാതെയാണ് യുഎന്നിലെ ഇന്ത്യയുടെ താക്കീതും. കൈയടക്കി വെച്ചിരിക്കുന്ന ജമ്മു കാശ്മീരിന്റെ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു. കശ്മീർ എപ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരുമെന്നും യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആവർത്തിച്ചു. പാകിസ്ഥാന് അതിശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇന്ത്യ നൽകുന്നത്. അതിർത്തിയിൽ ഏത് സാഹചര്യത്തെ നേരിടാൻ തയ്യാറാണെന്ന സന്ദേശം ആഗോളതലത്തിൽ നൽകുകയാണ് നമ്മുടെ രാജ്യം.